الحمد لله الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളുമൊക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും
നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കൊതിമൂത്ത രണ്ട് വൻശക്തികൾ നടത്തിക്കൊണ്ടിരുന്ന അന്യായമായ ഒരു യുദ്ധത്തിന് അറുതിയായ താൽക്കാലികമായ വിരാമമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. യുദ്ധക്കൊതിയന്മാരുടെ അധാർമികതക്കും ഹുങ്കിനും തിരിച്ചടിയേൽക്കുകയും അന്യായമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട യുദ്ധത്തിനിരയായ ഒരാദർശ സമൂഹത്തിന് വിജയമുണ്ടാവുകയും ചെയ്ത സാഹചര്യമായി ആണ് ഈ സന്ദർഭത്തെ ലോകത്തുള്ള ഏതാണ്ട് എല്ലാവരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട 40 ദിവസക്കാലത്തെ യുദ്ധത്തിനൊടുവിലാണ് എങ്ങനെയൊരു താൽക്കാലിക വിരാമം ഉണ്ടാകുന്നത്. അതിന് സമാന്തരമായിട്ട് തന്നെ ആ യുദ്ധത്തിന് സമാന്തരമായിട്ട് തന്നെ സംഭവിച്ച മറ്റൊന്നായിരുന്നു ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഹൃദയപൂർവം നെഞ്ചേറ്റുന്ന അൽ മസ്ജിദുൽ അഖ്സ ചരിത്രത്തിൽ ആദ്യമായി ദീർഘമായ ദിവസങ്ങളിലേക്ക് അതിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു എന്ന കാര്യം. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു റമദാൻ മാസം വിശ്വാസികളുടെ സാന്നിധ്യമില്ലാതെ, തറാവീഹ് നമസ്കാരങ്ങളില്ലാതെ, ഖിയാമുൽ ലൈലുകളില്ലാതെ, അതുപോലെ തന്നെ ഇഅ്തികാഫുകളില്ലാതെ ആ റമദാനിനൊടുവിലുള്ള പെരുന്നാൾ ആഘോഷത്തിന്റെ തക്ബീർ മുഴങ്ങാതെ ഈ വർഷം കഴിഞ്ഞു പോയത് ഇസ്രയേൽ അമേരിക്ക യുദ്ധം ഇറാനെതിരെ ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അടക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ കവാടങ്ങൾ ഇന്നലെ രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടിയാണ് വീണ്ടും വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ തുറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഖുദ്സിലുള്ള വിശ്വാസി സമൂഹങ്ങൾ, വിശ്വാസികൾ യഥാർത്ഥത്തിൽ ഇന്നലെയാണ് പെരുന്നാൾ ആഘോഷിച്ചത്. ദീർഘകാലം കൊട്ടിയടക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ അതിരാവിലെ സുബ്ഹി നമസ്കാരം നിർവഹിക്കുന്നതിനു വേണ്ടി ആ പള്ളിയിലേക്ക് ഇരച്ചെത്തിയ ഫലസ്തീനികളെ കുറിച്ച്, പ്രത്യേകിച്ചും മഖ്ദിസികളെ കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. വളരെ വിസ്മയകരമായ, വളരെ ആവേശകരമായ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് വിശ്വാസികളുടേതായി ഇന്നലെ നടന്നത്.
സുബഹിക്ക് മുമ്പ് അതിരാവിലെ മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്തേക്കുള്ള കവാടങ്ങൾ തുറക്കപ്പെടുന്നതിന്റെ ചിത്രവും വലിയ ഒരു ജനക്കൂട്ടം 3000-ലധികം വരുന്ന മഖ്ദിസികളാണ് ഇന്നലെ രാവിലെ മസ്ജിദുൽ അഖ്സയിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അത് വീണ്ടും തുറക്കപ്പെട്ടപ്പോൾ സുബഹി നമസ്കാരത്തിന് ഹാജരായിട്ടുള്ളത്. അവർ കടന്നു വരുന്നതിന്റെയും അവർ പള്ളിയുടെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുന്നതിന്റെയും പള്ളിയുടെ മുറ്റത്ത് അവർ അല്ലാഹുവിന്റെ മുമ്പിൽ ശുക്റിന്റെ സുജൂദുകളിൽ വീഴുന്നതിന്റെയും സന്തോഷം കൊണ്ടവർ യഥാർത്ഥത്തിൽ തന്നെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരയുന്നതിന്റെയുമൊക്കെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ലോകത്തെ കിടപിടിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും സ്ക്രീനുകളിലൂടെ ലോകത്തേക്ക് പങ്കുവെക്കപ്പെടുകയാണ്. എന്തൊരാവേശത്തിലും എന്തൊരു വലിയ സന്തോഷത്തിലുമാണ് അൽ മസ്ജിദുൽ അഖ്സ തിരിച്ചു കിട്ടിയതിന്റെ, അല്ലെങ്കിൽ അത് വീണ്ടും തുറക്കപ്പെട്ട് അതിൽ ആരാധനകൾക്ക് അവസരം കിട്ടിയതിന്റെ സന്ദർഭത്തെ ഫലസ്തീനികൾ ആഘോഷിക്കുന്നത് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് കടുത്ത സമ്മർദ്ദങ്ങളുണ്ടായിട്ട്, നാടുകടത്താനുള്ള നിരന്തരമായ ശ്രമങ്ങളുണ്ടായിട്ട്, അതേപോലെ തന്നെ അതിശക്തമായ ഒരുപക്ഷെ മറ്റൊരു സമൂഹത്തിനും താങ്ങാൻ കഴിയാത്ത സൈനിക ആക്രമണങ്ങളും പോലീസ് നടപടിക്രമങ്ങളും ഉണ്ടായിട്ടും ഫലസ്തീനികൾ എന്തൊരു ആവേശത്തിന്റെയും എന്തൊരു കരുത്തിന്റെയും പുറത്താണ് ആ മണ്ണിൽ ലോകത്ത് മുഴുവനുമുള്ള ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി കാലുറപ്പിച്ച് അടിയുറച്ചു നിൽക്കുന്നത് എന്നതിന്റെ കാരണം. അത്ര വലിയ കരുത്തിലാണ്, അത്ര വലിയ സന്തോഷത്തിലാണ്, സകലരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് അവർ മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്തേക്കും ആ പള്ളിയുടെ അകത്തളങ്ങളിലേക്കുമൊക്കെ കടന്നു വരികയും അവിടെ തക്ബീർ മുഴക്കുകയും ശുക്റിന്റെ സുജൂദുകൾ നിർവഹിക്കുകയും സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും പിന്നീട് പ്രാർത്ഥനകളിലും തങ്ങളുടെ പതിവ് ഹൽഖകളിലും പഠനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വിവിധ ഹൽഖകൾ കൂടുകയുമൊക്കെ ചെയ്തിട്ടുള്ളത്. വളരെ ആവേശകരമാണ് ആ ദൃശ്യങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക്. പ്രത്യേകിച്ചും യുവാക്കളായ പുരുഷന്മാർ ഇസ്രയേലി സൈന്യത്തിന്റെ കടുത്ത പരിശോധനയ്ക്ക് വിധേയമായി മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം തടയപ്പെടുമ്പോഴും ആ പള്ളിയിൽ ആരാധനക്കുള്ള അവസരത്തെ, ആ പള്ളിയിൽ സമയം ചെലവഴിക്കാനുള്ള അവസരത്തെ, ആ പള്ളിയിൽ ഇസ്ലാമിനെ നിലനിർത്താനുള്ള അവസരങ്ങളെയൊക്കെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുവാൻ ആവേശപൂർവ്വം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മഖ്ദിസികളായ വനിതകളാണ്, ഖുദ്സിനു ചുറ്റുമുള്ള വനിതകളാണ്. അവർ അവരുടെ അനുഭവങ്ങൾ കഴിഞ്ഞ 40 ദിവസക്കാലത്തെ, പ്രത്യേകിച്ചും പരിശുദ്ധമായ റമദാൻ മാസം കടന്നുപോകുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടുന്ന, ആരാധനകൾ നിർവഹിക്കേണ്ടുന്ന ഒരു സമയത്ത് അതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദനകൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റമദാനിൽ ആരാധനകൾ നിർവഹിക്കാൻ, മസ്ജിദുൽ അഖ്സക്കകത്ത് ആരാധനകൾ നിർവഹിക്കാൻ കഴിയാതെ പോയ ഒരു വർഷത്തെക്കുറിച്ചുള്ള വേദനകൾ അവർ പങ്കുവെക്കുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് വിവിധ തരം കാഴ്ചകളാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
വാതിൽ തുറന്ന് ആ വാതിലിനകത്ത് ഗേറ്റ് കടന്ന് മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്തേക്ക് തക്ബീർ മുഴക്കിക്കൊണ്ട് കരഞ്ഞോടുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വൃദ്ധരും ഒക്കെയായ സ്ത്രീ പുരുഷന്മാർ, ചെറിയ മക്കൾ, അവരെങ്ങനെ ആർത്തലച്ചു വന്ന് ആ മുറ്റത്ത് കിട്ടിയ ഒന്നാമത്തെ സന്ദർഭത്തിൽ തന്നെ മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് സുജൂദിൽ വീണ് ദീർഘനേരം അല്ലാഹുവിന് ഹംദുകൾ പറഞ്ഞ് അവർ അതിനെ ആഘോഷമാക്കുന്നു. അൽഹംദുലില്ലാഹി അലാ സലാമത്തിക്കും യാ ശഅബ്, ഫലസ്തീൻ ജനതേ, നിങ്ങൾ സുരക്ഷിതരായതിന്റെ, മസ്ജിദുൽ അഖ്സയിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതിന് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശീർവാദങ്ങൾ ചൊരിഞ്ഞത്. ഒരുപക്ഷെ നമുക്ക് പെരുന്നാളിന്റെ സന്ദർഭത്തിൽ മാത്രം പരിചയമുള്ള ആശംസകൾ പരസ്പരം കൈമാറിക്കൊണ്ട് അവർ സന്തോഷം പങ്കുവെക്കുന്നു. എല്ലാവരും കരയുന്നു. ആ കരയുന്നതിനിടയിൽ അയാളും കരഞ്ഞുകൊണ്ട് അയാൾ ടിഷ്യൂ പേപ്പറുകൾ കരയുന്നവർക്ക് കണ്ണീരൊപ്പാൻ വേണ്ടി വിതരണം ചെയ്തുകൊണ്ട് ആ കവാടത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. അയാൾ വീർപ്പടക്കി, അയാളുടെ വാക്കുകൾ പുറത്തു വരാതെ ആ സന്ദർഭത്തിലെ തന്റെയും ഫലസ്തീൻ ജനതയുടെയും പ്രത്യേകിച്ചും മഖ്ദിസികളുടെയും സന്തോഷം അയാൾ പങ്കുവെക്കുന്നു. പല സ്ത്രീകളും കുറെ ദിവസങ്ങൾ ആ മസ്ജിദുൽ അഖ്സയിൽ നിന്നുള്ള ബാങ്ക് വിളി കേട്ടിട്ട് ആ ബാങ്ക് വിളിക്ക് ഉത്തരം ചെയ്ത് പള്ളിയിലേക്ക് കടന്നു വന്ന് അതിനകത്ത് നമസ്കാരം നിർവഹിക്കാൻ കഴിയാതെ പോയതിനെ കുറിച്ച്, അങ്ങനെ കഴിയാതെ പോയപ്പോൾ ഉണ്ടായ സങ്കടവും ദുഃഖവും വിവരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ. കുറെ കാലം തങ്ങൾ നിരന്തരമായി എല്ലാ പരാധീനതകൾക്കും എല്ലാ ദുരിതങ്ങൾക്കും ഇടയിൽ തങ്ങൾ കാത്തു സൂക്ഷിച്ചു പോന്ന തങ്ങളുടെ ഇസ്ലാമികമായ പഠനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുടെ പഠനങ്ങൾ, കർമ്മശാസ്ത്ര പഠനങ്ങൾ, അങ്ങനെ തുടങ്ങി ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സർവകലാശാല പോലെ, ആ സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പോലെ, വിവിധ ചെയറുകൾ പോലെ മസ്ജിദുൽ അഖ്സയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ദീനീ ഹൽക്കകൾ മുടങ്ങിപ്പോയതിന്റെ സങ്കടത്തെക്കുറിച്ച് ഒക്കെ അവർ പങ്കുവെച്ചുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുള്ളത്. അവർക്ക് വളരെ സന്തോഷകരമായ ഒരു സമയം അവർ പെരുന്നാൾ പോലെ ആഘോഷിച്ച് തക്ബീർ മുഴക്കിക്കൊണ്ടാണ് അവർ ആ നമസ്കാരവും നിർവഹിച്ച് പള്ളികളിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുള്ളത് എന്നതാണ്. അപ്പൊ അങ്ങനെ സവിശേഷമായ ഒരു സന്ദർഭം കൂടിയാണ് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന്റെ താൽക്കാലിക വിരാമം എന്ന് നമ്മൾ അറിയണം. അതോടൊപ്പം നമ്മളെപ്പോലെയുള്ള വിശ്വാസമുള്ള, ഈമാൻ കരുത്തായുള്ള ഒരു സമൂഹം തങ്ങളുടെ പവിത്രമാക്കപ്പെട്ട ഒരു ഭവനത്തോട്, അള്ളാഹുവിന്റെ ഒരു പള്ളിയോട്, മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ ലോകത്തുള്ള സാധാരണ പള്ളികൾ പോലെയുള്ള ഒരു പള്ളിയല്ല അത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേ സമയത്ത് മഖ്ദിസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചാരത്തുള്ള, അവർ സ്ഥിരമായി ആരാധനകൾ നിർവഹിച്ചു പോന്ന ഒരു പള്ളിയാണ്. ഒരു പള്ളി അടക്കപ്പെട്ടാൽ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന വേദന എന്താണ് എന്ന്, ഒരു പള്ളിയിൽ ആരാധന വിലക്കപ്പെട്ടാൽ, ആ പള്ളിക്കകത്തേക്ക് പ്രവേശനം അനുവദിക്കപ്പെടാതെ പോയാൽ, ആ പള്ളി താൻ ആരാധന നിർവഹിക്കുവാൻ തനിക്ക് ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ ആ പള്ളിയിൽ കയറി അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കൈ ഉയർത്തണമെന്ന് തോന്നുമ്പോൾ തന്റെ മുമ്പിൽ ആ പള്ളിയുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന വേദന എന്താണ് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നതുകൂടിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. നമുക്കെപ്പോഴെങ്കിലും അത്തരം വേദനകൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണത്. അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇത് നമ്മളെ ഈ അർത്ഥത്തിൽ ബാധിക്കുമായിരുന്നുവോ, നമ്മളെ ഈ അർത്ഥത്തിൽ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പള്ളികൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. പള്ളികൾക്ക് വിശ്വാസികളുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. എന്നല്ല, ഇസ്ലാമിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്
ഒരു പള്ളി സ്ഥാപിക്കുകയും ആ പള്ളിക്ക് ചുറ്റും ഒരു നാഗരികത പണിയുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. നേരെ തിരിച്ചല്ല. ആളുകൾ അവർക്കിഷ്ടമുള്ളിടത്ത് വന്നിട്ട് തങ്ങുകയും കൂടുകയും അവരങ്ങനെ നഗരങ്ങൾ സ്ഥാപിച്ച് പട്ടണങ്ങൾ സ്ഥാപിച്ച് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവർക്ക് സൗകര്യപ്രദമായ ഒരു ജീവിതം തുടങ്ങുകയും അവിടെ ആവശ്യമെങ്കിൽ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്യുക എന്ന രീതിക്കപ്പുറത്ത് ഇസ്ലാമിക സംസ്കാരത്തിന്റെയും ഇസ്ലാമിക നാഗരികതയുടെയും അടിസ്ഥാന പ്രകൃതം എന്ന് പറയുന്നത് ആദ്യം ഒരു പള്ളി സ്ഥാപിക്കുകയും ആ പള്ളി സകലത്തിന്റെയും കേന്ദ്രമായി പ്രവർത്തിച്ച് ആ പള്ളിക്കു ചുറ്റും നഗരങ്ങൾ പണിതുയർത്തപ്പെടുകയും ഒരു നാഗരികത തന്നെ, ഇസ്ലാമികമായ നാഗരികത തന്നെ ആ പള്ളിയോടനുബന്ധിച്ച് രൂപപ്പെടുകയും ചെയ്യുക എന്നതാണ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ജനശൂന്യവും ജലശൂന്യവുമായ മക്കയിൽ ഏറ്റവും ആദ്യമായി അള്ളാഹുവിന് ആരാധന നിർവഹിക്കപ്പെടാൻ ഒരു പള്ളി ഉണ്ടാവുകയും അല്ലെങ്കിൽ കഅബയുണ്ടാവുകയും ആ കഅബയുണ്ടായതിനെ തുടർന്ന് മക്ക ഒരു ജനനിബിഡമായ ഒരു നഗരമായി മാറുകയും ചെയ്തത് എന്ന് കാണാൻ പറ്റുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന് അവിടെ ആദ്യമായി ലോകത്ത് ഇസ്ലാമിന്റേതായ ഒരു നാഗരികതയും ഒരു സാമൂഹിക ക്രമവും ഒരു രാഷ്ട്രവും ഒരു ഭരണക്രമവും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിക്ക് ചുറ്റും സൂഖുകൾ, മാർക്കറ്റുകൾ, ജനങ്ങൾക്ക് ആവശ്യമായ സകലതും ആ പള്ളിയെ ചുറ്റിപ്പറ്റി രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു കൾച്ചറാണ് ഇസ്ലാമിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും മുസ്ലിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്ര വലിയ സ്ഥാനവും പദവിയുമുള്ള ഇടങ്ങളാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പള്ളികൾ എന്ന് പറയുന്നത്. ആ പള്ളിയോടുണ്ടാകുന്ന അറ്റാച്ച്മെന്റ്, അതിനോടുണ്ടാകുന്ന മാനസികമായ അടുപ്പം, അതൊരു വിശ്വാസിയുടെ ആ പള്ളിയോട് പുലർത്തുന്ന സമീപനം, അതൊരു വിശ്വാസിയുടെ വിജയപരാജയങ്ങളെ തന്നെ നിർണയിക്കുന്നതാണ് എന്നാണ് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ആരെങ്കിലും നിർമ്മിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി പകരം അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം, ഒരു വീട് പണിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഹൃദയം പള്ളിയുമായി ഇണക്കപ്പെട്ടയാൾ മഖ്ദിസികളെ പോലെ പള്ളിയോട് വിട പറയുമ്പോൾ വേദനിക്കുന്ന മനസ്സുള്ളവർ, പള്ളി അടക്കപ്പെടുകയോ മറ്റു കാരണങ്ങൾ കൊണ്ടോ പള്ളിയിലെത്താൻ കഴിയാതെ പോകുമ്പോൾ മനസ്സ് പടക്കുന്ന, മനസ്സ് നോവുന്ന, കണ്ണീരൊലിപ്പിച്ച് കരയുന്ന വിധത്തിൽ ഹൃദയം പള്ളിയുമായി കൂട്ടിയിടക്കപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു തണലുമില്ലാത്ത ഒരു നാളിൽ, അന്ത്യനാളിൽ അർശിന്റെ തണൽ നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പൊ പള്ളികളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പുനരാലോചിക്കാൻ ലോകത്തെ വിസ്മയിപ്പിച്ച ഫലസ്തീനികളുടെ ഈ അനുഭവം നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ്. നമുക്ക് പള്ളിയോടുള്ള ഒരു അടുപ്പം എന്താണ്? പള്ളിയിലേക്ക് വരുന്നതിനോട് നമ്മുടെ ഒരു വികാരവും നമ്മുടെ ഒരു മനോഭാവവും എന്താണ്? നിർബന്ധമായതുകൊണ്ട്, ഒരു മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് എടങ്ങേറായി വരുന്നതാണോ? അതല്ല, പള്ളികൾ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഇടമായി മാറുന്നുണ്ടോ? ആ പള്ളിയിൽ നിന്ന് നമ്മുടെ മുമ്പിൽ പള്ളികൾ ആരാധന നിർവഹിക്കാൻ കഴിയാത്ത വിധം കൊട്ടിയടക്കപ്പെടുന്ന സാഹചര്യമൊന്നുമില്ല. എന്നാലും പള്ളിയിലേക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട്, അത് ചിലപ്പോൾ ന്യായമായ കാരണങ്ങളാവാം, അല്ലെങ്കിൽ ന്യായമല്ലാത്ത കാരണങ്ങൾ കൊണ്ടാകാം, എന്തായാലും പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പോകുമ്പോൾ നമുക്ക് സങ്കടപ്പെടാൻ ഭാഗ്യമുണ്ടാകുന്നുണ്ടോ? നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? അതല്ല, പള്ളിയിലെ ആരാധനകൾ
അത് നമ്മൾ സ്വന്തം നിർവഹിക്കുന്നതാണെങ്കിലും കൂട്ടായി നിർവഹിക്കുന്നതാണെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്നൊരു മനോഭാവത്തിലാണോ നമ്മളുള്ളത് എന്ന് നമ്മുടെ കാര്യത്തിൽ നമുക്ക് പുനരാലോചനയും ആത്മവിമർശനവും നടത്താനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവമായി പള്ളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ഊഷ്മളമായി നിലനിർത്താൻ, അത് ശാരീരികമായി നമുക്ക് ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാലും മാനസികമായി പള്ളികളോടുള്ള ഒരു പ്രതിബദ്ധതയും പള്ളിയോടുള്ള ഒരു കൂറും പള്ളിയോടുള്ള ഒരു അടുപ്പവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു വൈകാരികത നഷ്ടപ്പെട്ടു പോകുന്നതിന് നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് വളരെ ബോധപൂർവം പള്ളികളിലേക്കുള്ള സന്ദർശനങ്ങൾ, പള്ളികളിലേക്കുള്ള വരവുകൾ വർദ്ധിപ്പിക്കുകയും ആ പള്ളിയിലുള്ള ഇരുത്തങ്ങൾ ഇഅ്തികാഫ് റമദാനിൽ മാത്രം പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. സാധ്യമാകുന്ന അത്ര സമയം പള്ളികളിൽ ആരാധനകളുമായി, ദിക്റുകളുമായി, ഖുർആൻ പാരായണങ്ങളുമായി, വിജ്ഞാന സമ്പാദനത്തിനുള്ള സദസ്സുകളുമായി. എന്തുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ നമുക്ക് അങ്ങനെ വിജ്ഞാന സമ്പാദനത്തിനുള്ള ഹൽക്കകൾ സംഘടിപ്പിക്കാൻ കഴിയാത്തത്, അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയാത്തത്? നമ്മുടെ താല്പര്യക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ്. പള്ളികളിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ, ഒഴിവുള്ള സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് ദീൻ പഠിക്കാൻ പറ്റുന്ന, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം അറിയാൻ കഴിയുന്ന, ഹദീസുകൾ പഠിക്കാൻ പറ്റുന്ന, ഖുർആൻ ഹിഫ്ള് പഠിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാൻ പറ്റുന്ന ചെറിയ സദസ്സുകൾ കുറഞ്ഞ സമയത്തേക്ക് ഉണ്ടായിക്കൊള്ളട്ടെ. അതല്ലാതെ ഇത്രയും വലിയ സമ്പത്ത് ചെലവഴിച്ച് വലിയ പള്ളികൾ ഉണ്ടാക്കി, അതൊക്കെ AC ഒക്കെ വെച്ച് നമ്മൾ ഇത്രയും വലിയ പള്ളികൾ ഉണ്ടാക്കിയത് കേവലം ഒരു ദിവസം പരമാവധി ഒരു അരമണിക്കൂർ നേരം 5 വക്തിലുമുള്ള നമസ്കാരം കൂട്ടിയാൽ പരമാവധി അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ മാത്രം ചെലവഴിക്കാൻ വേണ്ടിയാണോ ഇത്ര വലിയ സാമ്പത്തിക ചെലവഴിക്കലുകൾ നമ്മൾ നടത്തിയിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ടതാണ്. പള്ളികൾ അങ്ങനെ 1 മണിക്കൂറിലേക്ക് മാത്രം തുറക്കപ്പെട്ട് അങ്ങനെ പരിമിതമായ നമസ്കാര നിർവഹണം മാത്രം നടക്കേണ്ടുന്ന ഇടങ്ങളല്ല എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരിടപഴക്കം പള്ളികളുമായി ഉണ്ടാകുമ്പോഴാണ് ആ പള്ളിക്ക് ചുറ്റും താമസിക്കുന്ന, അല്ലെങ്കിൽ ആ പള്ളി കേന്ദ്രമായ മഹല്ലിൽ വസിക്കുന്ന ആളുകൾക്ക് ആ പള്ളിയുമായി ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുക, ഒരു കൂറും പ്രതിബദ്ധതയും ഉണ്ടാവുക. അതാണ് അവരിൽ വളരെ വൈകാരികമായ, ഈമാനികമായ അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ സമ്മാനിക്കുക. പള്ളി അടക്കപ്പെടുമ്പോൾ വേദനിക്കുന്ന മനസ്സുണ്ടാവുക, ആ പള്ളി തുറക്കപ്പെടണമെന്ന മോഹവും ആഗ്രഹവും ഉണ്ടാവുക, ആ പള്ളികൾ അടഞ്ഞുപോകാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാവുക. ഇതൊക്കെ സംഭവിക്കുക വിശ്വാസി സമൂഹത്തിന് പള്ളിയോടുണ്ടാകുന്ന ഒരു അദമ്യമായ അടുപ്പത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പള്ളികൾ എന്ന് പറയുന്നത്, ആ പള്ളികൾക്ക് മുകളിൽ നാട്ടപ്പെട്ടിട്ടുള്ള വലിയ കൂർത്തുമൂർത്ത മിനാരങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു പ്രതീകമാണ്. ഈ പള്ളിക്കകത്ത് നിന്നാണ് അള്ളാഹുവിലേക്കുള്ള വിളികൾ ഏറ്റവും പ്രധാനമായി ഉയരേണ്ടത്. വിശ്വാസി സമൂഹം ഏത് തരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ കൂർത്തുമൂർത്ത പ്രാർത്ഥനകൾ, അള്ളാഹുവിനോടുള്ള സഹായതട്ടങ്ങൾ, അത് ഉയരാൻ ഏറ്റവും അർഹമായ ഇടം ഈ പള്ളികളാണ്. ആ പള്ളികളിൽ നിന്ന് അള്ളാഹുവിലേക്ക് വളരെ മൂർച്ചയിൽ കൂർത്തുമൂർത്ത് ഉയരുന്ന പ്രാർത്ഥനകളുടെ പ്രതീകങ്ങൾ കൂടിയാണ് നമ്മുടെ പള്ളിയുടെ മിനാരങ്ങൾ എന്ന് പറയുന്നത്. പള്ളിക്കകത്ത് അതുണ്ടാകുന്നില്ല എങ്കിൽ പള്ളിയും പള്ളിയുടെ മിനാരങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ പാഴ്ചെലവുകളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ലോകത്ത് ഇന്നലെയും ഇന്നുമൊക്കെയായി മസ്ജിദുൽ അഖ്സയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ, നമ്മെപ്പോലെയുള്ള വിശ്വാസികളായ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെ, ആ വൈകാരികതയിലൂടെ, ആ ആത്മനിർവൃതികളിലൂടെ കടന്നുപോകാൻ നമുക്കും ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകണം. അതിന് പള്ളിയുമായിട്ടുള്ള നമ്മുടെ അടുപ്പവും, പള്ളിയുമായിട്ടുള്ള നമ്മുടെ സഹവാസവും, പള്ളിയുമായിട്ട് നമുക്ക് ഇടപെടാനുള്ള അവസരങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കാൻ, അത് കാര്യക്ഷമമാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പള്ളികളുമായി മനസ്സ്
ഇണക്കപ്പെട്ട് പള്ളിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തി അള്ളാഹുവിന്റെ അർശിന്റെ തണലേറ്റുവാങ്ങാൻ കഴിയുന്ന, പരലോകത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിൽ സവിശേഷമായ ഭവനങ്ങളും ഇടങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരായ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله فلتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ അറിയിച്ചത് വളരെ ഗൗരവപൂർവ്വം ആവർത്തിക്കുകയാണ്. നമ്മുടെ മഹല്ല് കൗൺസിൽ ഇലക്ഷൻ അടുത്ത വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ആണ് നമ്മുടെ മഹല്ലിലെ വിവിധ വാർഡുകളിലെ പള്ളികളിൽ വെച്ച് നടക്കുക. അപ്പൊ അതിനാൽ മഹല്ലിലെ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും അടുത്ത വെള്ളിയാഴ്ച അവരവരുടെ വാർഡുകളിൽ തന്നെയാണ് ജുമുഅക്ക് പങ്കെടുക്കേണ്ടത്. അവിടെ മഹല്ല് കൗൺസിൽ ഇലക്ഷനിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പള്ളി, നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ ഇതൊക്കെ വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ മഹല്ല് ഭാരവാഹികളായി കണ്ടെത്താൻ, അർഹരായ ആളുകളുടെ കൈകളിലേക്ക് ഈ വലിയ ഉത്തരവാദിത്തത്തിന്റെ അമാനത്ത് ഏൽപ്പിക്കാൻ തൗഫീഖ് ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.